ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത വാട്ട് വാസ് ദ ഫസ്റ്റ് മെറ്റൽ യൂസ്ഡ് ബൈ ഹ്യൂമൻസ്? ഏതാണ്? കോപ്പർ ആണ്. വാട്ട് ഈസ് ദ പീരീഡ് വെൻ ഹ്യൂമൻ യൂസ്ഡ് വെപ്പൺസ് ആൻഡ് ടൂൾസ് മെയ്ഡ് ഓഫ് മെറ്റൽസ് കോൾഡ്? മെറ്റൽ ഏജ്. ഹ്യൂമൻസ് വെപ്പൺസും ടൂൾസും ഉപയോഗിക്കുന്ന ആ കാലഘട്ടത്തിന് പറയുന്ന പേരാണ് മെറ്റൽ ഏജ്. വാട്ട് ഈസ് ദ അലോയ് മെയ്ഡ് ബൈ മിക്സിംഗ് കോപ്പർ ആൻഡ് ടിൻ? കോപ്പറും ടിന്നും തമ്മിൽ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ അലോയ്ക്ക് പറയുന്ന പേരാണ് ബ്രോൺസ്. വാട്ട് ഈസ് ദ പീരീഡ് വെൻ ബ്രോൺസ് ടൂൾസ് വെർ യൂസ്ഡ് നോൺ ആസ്? ബ്രോൺസ് ടൂൾസ് യൂസ് ചെയ്യുന്ന ആ പീരീഡിന് പറയുന്ന പേരാണ് ബ്രോൺസ് ഏജ്. വാട്ട് വാസ് ദ ഫസ്റ്റ് സിവിലൈസേഷൻ ടു ഡെവലപ്പ് അർബൻ ലൈഫ് ഇൻ മെസോപ്പൊട്ടേമിയ? മെസോപ്പൊട്ടേമിയയിൽ അർബൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് സിവിലൈസേഷൻ ആരായിരുന്നു? സുമേറിയക്കാരാണ്. വാട്ട് വാസ് ദ വെഡ്ജ് ഷേപ്ഡ് പിക്ടോഗ്രാഫിക് സ്ക്രിപ്റ്റ് ഓഫ് മെസോപ്പൊട്ടേമിയൻ കോൾഡ്? അപ്പോൾ മെസോപ്പൊട്ടേമിയക്കാരുടെ എഴുത്ത് വിദ്യയാണ് ക്യൂണിഫോം. അതിന് വെഡ്ജ് ഷേപ്പാണ് ഉള്ളത്. വാട്ട് വർ ദ പ്ലേസസ് ഓഫ് വർഷിപ്പ് ഇൻ മെസോപ്പൊട്ടേമിയ നോൺ ആസ്? അവരുടെ ആരാധന എന്താണ്? സിഗ്രാത്ത് ആണ്. എന്താണ്? സിഗ്രാത്ത്. വിച്ച് റിവർ ഈസ് ഇൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ സെഡ് ടു ഹാവ് ഫ്ലറിഷ്ഡ് ഹെലോങ്? അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? നൈലാണ്. വാട്ട് ആർ ദ ടോംസ് ഓഫ് ദ ഈജിപ്ഷ്യൻ ഫറോവോസ് കോൾഡ്? ഈജിപ്ഷ്യൻ ഫറോവകളുടെ ടോംസിന്, ശവകുടീരങ്ങളെ പറയുന്ന പേര് പിരമിഡ്സ്. വാട്ട് ഈസ് പ്രിസർവ്ഡ് ഡെഡ് ബോഡി ഫ്രം ഏൻഷ്യൻറ്റ് ഈജിപ്റ്റ് നോൺ ആസ്? അപ്പോൾ അവർ പ്രിസർവ് ചെയ്യല്ലേ, ഈ മരണമടഞ്ഞ ബോഡിയൊക്കെ പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കും, അതിന് പറയുന്ന മമ്മി എന്നാണ്. വാട്ട് വാസ് ദ ഏൻഷ്യൻറ്റ് ഈജിപ്ഷ്യൻ സ്ക്രിപ്റ്റ് മീനിങ് സേക്രഡ് റൈറ്റിംഗ് കോൾഡ്? വിശുദ്ധമായ എഴുത്ത് എന്ന് പേരുള്ളത് എന്താണ്? ഹൈറോഗ്ലിഫിക്സ് ആണ്. വിച്ച് ടു റിവേഴ്സ് ഈസ് മെസോപ്പൊട്ടേമിയ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ? മെസോപ്പൊട്ടേമിയയിലുള്ള 2 റിവേഴ്സിൻ്റെ പേര് എഴുതാനാണ് യൂഫ്രട്ടീസും ടൈഗ്രീസുമാണ്. ദ ചൈനീസ് സിവിലൈസേഷൻ ഒറിജിനേറ്റഡ് along the banks of which river? ഏത് റിവറാണ്? ഹോങ്കോങ്. ചൈനീസ് സിവിലൈസേഷൻ ഏതാണ്? ഹോങ്കോങ്. അതേപോലെ തന്നെ മെസോപ്പൊട്ടേമിയ ലൊക്കേറ്റ് യൂഫ്രട്ടീസും ടൈഗ്രീസുമാണ്. ഈജിപ്ത് നൈലിൻ്റെ അടുത്താണ്. അതേപോലെ ഈജിപ്തിലെ സ്ക്രിപ്റ്റിന് പറയുന്ന പേരാണ് ഹൈറോഗ്ലിഫിക്സ്. പിന്നെ ഈജിപ്തിലെ ബോഡി പ്രിസർവ് ചെയ്തിരിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെ പേര് പറയുന്നതാണ് മമ്മി. വാട്ട് ആർ ദ ടോംസ് ഓഫ് ഈജിപ്ഷ്യൻ ഫറോവകളുടെ ആ ടോംബിന് പറയുന്ന പേരാണ് പിരമിഡ്. ഓക്കെ. വാട്ട് വാസ് ദ ലൈവ്ലിഹുഡ് ഓഫ് ദ ഹാരപ്പൻ പീപ്പിൾ? ഹാരപ്പൻ പീപ്പിളിലെ മെയിൻ ഉപജീവന മാർഗം എന്താണ്? അഗ്രികൾച്ചർ. വാട്ട് വാസ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ? ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു പ്രധാന പ്രത്യേകത എന്താണ്? ടൗൺ പ്ലാനിങ്. എന്താണ്? ടൗൺ പ്ലാനിങ്. വാട്ട് ഈസ് ദ മോസ്റ്റ് ഡിസ്റ്റിങ്റ്റീവ് സ്ട്രക്ചർ ഫൗണ്ട് ഇൻ മോഹൻജദാരോ? മോഹൻജദാരോയിൽ കണ്ട ഒരു പ്രത്യേകമായ സവിശേഷത എന്താണ്? ഗ്രേറ്റ് ബാത്താണ്. വാട്ട് ഹിസ്റ്റോറിക്കൽ റിമെയിൻ വാസ് യൂസ്ഡ് ടു സ്റ്റോർ ഗ്രെയിൻസ് ഇൻ ഹാരപ്പ? ഹാരപ്പയിൽ ധാന്യങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്ന എന്താണ്? ഗ്രാനറി ആണ്. വാട്ട് വാസ് ദ റൈറ്റിംഗ് സിസ്റ്റം ഓഫ് ദ ആൻഷ്യൻറ്റ് ചൈനീസ്? ചൈനീസുകാരുടെ ആ റൈറ്റിംഗ് സിസ്റ്റത്തിന്, എഴുത്ത് വിദ്യക്ക് പറയുന്ന പേരെന്താണ്? പിക്ടോഗ്രാഫിക്. വിച്ച് സിറ്റി വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഡിസ്കവേർഡ് ഇൻ ദ ഇൻഡസ് വാലി? ഇൻഡസ് വാലിയിൽ ഡിസ്കവർ ചെയ്ത ഫസ്റ്റ് സിവിലൈസേഷൻ ഏതാണ്? ഹാരപ്പ. വാട്ട് ഈസ് ദ ഓൾഡസ്റ്റ് റിട്ടൺ കോഡ് ഓഫ് ലോ ഓഫ് ഇൻ ദ വേൾഡ്? അപ്പോൾ ലോ ഓഫ് കോഡ് ഏതാണ്? കോഡ് ഓഫ് ഹമ്മുറബിയാണ് ഏറ്റവും പഴയ നിയമസംഹിത. വാട്ട് വാസ് യൂസ്ഡ് ഫോർ ക്ലോത്തിങ് ഡ്യൂറിങ് ദ നിയോലിത്തിക് ഏജ്? എന്തൊക്കെ ക്ലോത്തിങ് ആണ് ഉപയോഗിച്ചിരുന്നത്? ആനിമൽ സ്കിന്ന്, മൃഗത്തിൻ്റെ തൊലി, ബാർക്ക് ഓഫ് ട്രീസ്, അതേപോലെ ലീവ്സ്. ഓക്കെ. വേർ ഈസ് ഭീംബട്ക? ആൻ ഇമ്പോർട്ടൻറ്റ് റോക്ക് ഷെൽട്ടർ വിത്ത് ഏൻഷ്യൻ കേവ് പെയിൻറ്റ്സ്? എവിടെയാണ് ഭീംബട്ക? ഭീംബട്ക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഫേമസ് ഫോർ കേവ് പെയിൻറ്റിങ്ങിനാണ്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശിലാണ്. വാട്ട് ഇന്നോവേഷൻ ഓഫ് നിയോലിത്തിക് ഏജ് അലൗഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് പോട്ടറി? പോട്ടറിയുടെ ക്രിയേഷനും നിയോലിത്തിക് ഏജിൽ എന്താണ്? പോട്ടറിയുടെ ക്രിയേഷന് കാരണമായത് എന്താണ്? വീല്, ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം. വാട്ട് മേജർ ചേഞ്ച് ഇൻ ഹ്യൂമൻ ലൈഫ് ബിഗൻ ഇൻ ദ നിയോലിത്തിക് പീരീഡ് ലീഡിങ് ടു സെറ്റിൽഡ് ലൈഫ്? സെറ്റിൽഡ് ലൈഫിന് കാരണം എന്താണ്? അഗ്രികൾച്ചർ. ദ കോഡ് ഓഫ് ഹമ്മുറബി ഈസ് ഫ്രം വിച്ച് ഏൻഷ്യൻ സിവിലൈസേഷൻ? കോഡ് ഓഫ് ഹമ്മുറബി എവിടെ നിന്നാണ്? ബാബിലോണിയൻ. വിച്ച് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ ഇൻഡസ് വാലി? വിച്ച് ബ്രോൺസ് civilization flourished in the Indus Valley? ഏതാണ്? ഹാരപ്പൻ. Who led the research that led to discovery of Harappan civilization? ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഡിസ്കവറിക്ക് കാരണമായിട്ടുള്ള ആളെ പേരെന്താണ്? ജോൺ മാർഷൽ. എന്താണ്?
John Marshall. The Mesopotamian civilization consisted of 4 different civilizations, including Sumerian, Babylonian, Assyrian, പിന്നെ എന്താണ് ചാൽദീൻ. ഓക്കെ, 4 സിവിലൈസേഷനാണ് മെസോപ്പൊട്ടേമിയയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി നെക്സ്റ്റ്, വാട്ട് ടൈപ്പ് ഓഫ് സ്ക്രിപ്റ്റ് വാസ് ദ മെസോപ്പൊട്ടേമിയൻ ക്യൂണിഫോം? മെസോപ്പൊട്ടേമിയൻ എഴുത്തുവിദ്യയുടെ പേരെന്താണ്? വെഡ്ജ് ഷേപ്ഡ് സ്ക്രിപ്റ്റ് ആണ്. എന്ത് ഷേപ്പാണ്? വെഡ്ജ് ഷേപ്ഡ് സ്ക്രിപ്റ്റ് ആണ്. നെക്സ്റ്റ്, വാട്ട് ഇറ്റ് ഈജിപ്റ്റ്സ് ലേ ഇൻ ദ ഫൗണ്ടേഷൻ ഓഫ് മാത്തമാറ്റിക്സ്? മാത്തമാറ്റിക്സിൽ ഈജിപ്തുകാരുടെ സംഭാവന എന്താണ്? ജോമെട്രി അഥവാ ജാമിതി. ഓക്കെ, ഇനി sovereignty is the supreme power of a state to make decision without external pressure. Okay. Next question ആണ്, which German word is the origin of the term feudalism? Feudalism എന്ന വാക്കുണ്ടായത് ഏത് പദത്തിൽ നിന്നാണ്? ഫ്യൂഡ് എന്ന പദത്തിൽ നിന്നാണ്. What is the most widely accepted theory of state formation? സ്റ്റേറ്റ് ഫോർമേഷൻ്റെ അക്സെപ്റ്റഡ് ആയിട്ടുള്ള തിയറി എന്താണ്? സോഷ്യൽ ഇവല്യൂഷൻ. എന്താണ്? സോഷ്യൽ ഇവല്യൂഷൻ. വിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഹാഡ് എ ലിമിറ്റഡ് പവർ ഫോർ ദ കിങ് ആൻഡ് പവർ വെസ്റ്റഡ് ഇൻ ദ ലോഡ്സ്? അതായത് കിങ്ങിന് കുറച്ച് പവറും പിന്നെ പവർ മുഴുവൻ ലോഡ്സിനുള്ള ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന് എന്താണ് പറയുകയെന്ന്? ഫ്യൂഡലിസം. എന്താണ്? ഫ്യൂഡലിസം ഈസ് ദ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഹാഡ് എ ലിമിറ്റഡ് പവർ ഫോർ ദ കിങ് ആൻഡ് പവർ വെസ്റ്റഡ് ഇൻ ദ ലോഡ്സ്. Next question, what do people, territory, government and sovereignty collective form? ഇതെന്താണ്? ഇത് എന്തിൻ്റെ കളക്റ്റീവ് ഫോമാണ്? ഈ പറഞ്ഞതൊക്കെ പീപ്പിൾ, ടെറിറ്ററി, ഗവൺമെൻറ് ആൻഡ് സോവറിനിറ്റി, ഇതൊക്കെ സ്റ്റേറ്റിൻ്റെ കളക്റ്റീവ് ഫോമാണ്. നെക്സ്റ്റ്, വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പെർമനൻറ്റ് വൺ ഇൻ കോൺട്രാസ്റ്റ് ടു ദ ഗവൺമെൻറ്? വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ പെർമനൻറ്റ് വൺ? പെർമനൻറ്റ് വൺ ആയിട്ട് പറഞ്ഞിരുന്ന ഏതാണ്? ഇൻ കോൺട്രാസ്റ്റ് ടു ഗവൺമെൻറ് പെർമനൻ്റ് ആണോ? അല്ല. പക്ഷേ പെർമനൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? സ്റ്റേറ്റ് ആണ്. വിച്ച് ഹിസ്റ്റോറിക്കൽ പീരീഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് എ ന്യൂ അവേക്കനിങ് ഇൻ ദ ആർട്ടിസ്റ്റിക് ആൻഡ് ഇൻ്റലക്ച്വൽ ഫീൽഡ്സ് ഇൻ യൂറോപ്പ് എന്ന് പറയുന്നത് ഏതൊരു, അതിന് പറയുന്ന പേരെന്താണ്? റിനൈസൻസ്. ഓക്കെ, റിനൈസൻസ് ഈസ് എ ഹിസ്റ്റോറിക്കൽ പീരീഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ന്യൂ അവേനിങ് ഇൻ ദ ആർട്ടിസ്റ്റിക് ആൻഡ് ഇൻ്റലക്ച്വൽ ഫീൽഡ്. എല്ലാത്തിനും ഒരു പുത്തൻ ഉണർവ്, അതാണ് റിനൈസൻസ്. നെക്സ്റ്റ്, ദ സെൻറ്റേഴ്സ് ഓഫ് റിവർ വാലി സിവിലൈസേഷൻ like Mesopotamia and Egypt are examples of which type of administrative system? ഏത് തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിന് ഉദാഹരണമാണ് റിവർ വാലി സിവിലൈസേഷൻ? ഏത് തരത്തിലുള്ളത്? ഓറിയൻ്റൽ. എന്താണ്? ഓറിയൻ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ മെയിൻ ഫീച്ചർ ഓഫ് റിനൈസൻസ്? റിനൈസൻസിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ എന്താണ്? ഹ്യൂമനിസം അല്ലേ? ഹ്യൂമനിസം. ഗിവിങ് മോർ ഇമ്പോർട്ടൻസ് ടു ഹ്യൂമൻ ദാൻ റിലീജിയസ് ഡോക്ട്രിൻസ്. മനുഷ്യന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക എന്നതാണ് മെയിൻ ഫീച്ചർ ഓഫ് റിനൈസൻസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ തിയറി ദാറ്റ് സ്റ്റേറ്റ്സ് വെർ ഫോംഡ് ബൈ അഗ്രിമെൻറ്റ്സ് ഓർ കോൺട്രാക്ട്സ് മെയ്ഡ് പീപ്പിൾ? അങ്ങനെ പറയുന്ന ആ തിയറിക്ക് പറയുന്ന പേരാണ് സോഷ്യൽ കോൺട്രാക്റ്റ്. അപ്പോൾ സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എ നെയിം ഓഫ് എ തിയറി ദാറ്റ് സ്റ്റേറ്റ്സ് വെർ ഫോംഡ് ബൈ അഗ്രിമെൻറ്റ്സ് ആൻഡ് കോൺട്രാക്ട്സ് മെയ്ഡ് ബൈ പീപ്പിൾ. നെക്സ്റ്റ്, ദ ഗവൺമെൻറ് ഈസ് എൻ ഏജൻസി ദാറ്റ് ഫോംസ് ആൻഡ് എക്സിക്യൂട്ട്സ് ദ പോളിസീസ് ഓഫ് സ്റ്റേറ്റ്. ഗവൺമെൻറ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എൻ ഏജൻസി. അത് എന്തിൻ്റെ ഏജൻസിയാണ്? സ്റ്റേറ്റിൻ്റെ ഏജൻസിയാണ്. Which type of state originated in Europe and was influenced by the Industrial Revolution and national consciousness? Nation state. In a feudal state, who was the bottom of the power hierarchy? Feudal system ഏറ്റവും താഴെയുള്ള ആരാണ്? ഫാമേഴ്സ് ആണ്. What are the key two concepts that the government protects besides carrying out administration? രണ്ട് കീ കൺസെപ്റ്റ് ഏതാണ്? ഗവൺമെൻറ് പ്രൊട്ടക്ട്സ് ബിസൈഡ് കെയറിങ് ഔട്ട് അഡ്മിനിസ്ട്രേഷൻ ഏതാണ്? സോവറിനിറ്റി ആൻഡ് യൂണിറ്റി. വാട്ട് കൈൻഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിഡ് പീപ്പിൾ ലെറ്റ് ഇൻ ദ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ? ബ്രോൺസ് ഏജ് സിവിലൈസേഷനിൽ ആളുകളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയായിരുന്നു? അർബൻ ലൈഫ് സ്റ്റൈലായിരുന്നു. വിച്ച് ഓഫ് ദ പ്രൊവൈഡഡ് ന്യൂസ് ഹെഡ്ലൈൻസ് ഇല്ലസ്ട്രേറ്റ് ദ യൂസ് ഓഫ് സ്റ്റേറ്റ് സോവറിൻ പവർ ഇൻ ദ ഫീൽഡ് ഓഫ് ഫോറിൻ റിലേഷൻസ്? India and China sign a new cooperation pact. What is the basic infrastructure and law of which ancient empire showed similarity to modern state? Modern state ൻ്റെ ഒരു സിമിലാരിറ്റി ഒക്കെ ഉള്ളത്
ഏതായിരുന്നു? റോമൻ എംപയറിനായിരുന്നു. വിച്ച് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ് ആർ മെൻഷൻഡ് ആസ് എക്സിബിറ്റിംഗ് ദ മോസ്റ്റ് സിമിലാരിറ്റി ഇൻ മോഡേൺ സ്റ്റേറ്റ്. അപ്പോൾ ഗ്രീക്ക് സിറ്റി ഇങ്ങനെ മോഡേൺ സ്റ്റേറ്റുമായിട്ടൊരു കമ്പയർ ചെയ്യാൻ പറ്റിയ ഗ്രീക്ക് സിറ്റി ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ ആഥൻസും സ്പാർട്ടയുമാണ്. വാട്ട് ഈസ് ദ സിസ്റ്റം ദാറ്റ് കോർഡിനേറ്റ്സ് ദ റിസോഴ്സസ് ആൻഡ് പീപ്പിൾ വിത്തിൻ എ ടെറിറ്ററി? വാട്ട് ഈസ് ദ സിസ്റ്റം ദാറ്റ് കോർഡിനേറ്റ്സ് ദ റിസോഴ്സസ് ആൻഡ് പീപ്പിൾ വിത്ത് എ ടെറിറ്ററി? ഗവൺമെൻറ്. Okay, government is a system that coordinates the resources and people within a territory. What are the key differences between state and government? സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? A state is a broad permanent institution with a sovereignty, territory, population and government. It includes people. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ബ്രോഡ്, വിശാലമായ, പെർമനൻ്റ് ആണ്. അത് ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് സോവറിനിറ്റി, ടെറിറ്ററി, പോപ്പുലേഷൻ ആൻഡ് ഗവൺമെൻറ്. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ഏജൻസി. അതൊരു ഏജൻസിയാണ്. ദാറ്റ് ക്യാരീസ് ഔട്ട് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എക്സിക്യൂട്ട്സ് ദ സ്റ്റേറ്റ്സ് പോളിസീസ്. അപ്പോൾ അഡ്മിനിസ്ട്രേഷനും അതേപോലെ തന്നെ സ്റ്റേറ്റ് പോളിസീസും എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി. ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് എ സ്റ്റേറ്റ്. അത് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്, നോട്ട് ദ സ്റ്റേറ്റ് ഇറ്റ് സെൽഫ്, ആൻഡ് ഇറ്റ് ക്യാൻ ചേഞ്ച്. ദ ഗവൺമെൻറ് ഈസ് എ മീൻസ് ത്രൂ വിച്ച് ദ സ്റ്റേറ്റ്സ് സോവറിനിറ്റി ഈസ് എക്സ്പ്രസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വാസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ലിമിറ്റഡ് പവർ ഓഫ് ദ കിങ് ആൻഡ് പവർ വെസ്റ്റഡ് ഇൻ ദ ലോർഡ്സ്? എന്താണ് ഫ്യൂഡലിസം? വിച്ച് ഈസ് ദ സൂപ്പർ പവർ ഓഫ് സ്റ്റേറ്റ് ടു മേക്ക് ഡെസിഷൻ വിത്തൗട്ട് എക്സ്റ്റേണൽ പ്രഷർ ഈസ് കോൾഡ് സോവറിനിറ്റി. In which administrative system did people lead an urban style in Bronze Age civilization centers? Orient administrative system. ഓക്കെ, ഇത് റിപ്പീറ്റേഷനാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വിച്ച് തിയറി ഓഫ് സ്റ്റേറ്റ് ഫോർമേഷൻ ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് വൈഡ്ലി അക്സെപ്റ്റഡ്? സോഷ്യൽ ഇവല്യൂഷൻ. ദ ടേം ഫ്യൂഡലിസം ഈസ് ഒറിജിനേറ്റഡ് ഫ്രം വിച്ച് വേർഡ്? ആൻസർ ഫ്യൂഡ്. ഇനി നമുക്ക് വിച്ച് ഈസ് നോട്ട് ട്രൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. വിച്ച് ഈസ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഗവൺമെൻറ് ഈസ് നോട്ട് ട്രൂ? ട്രൂ അല്ലാത്തതാണ് നമ്മൾ എഴുതേണ്ടത്. ദ ഗവൺമെൻറ് ഈസ് എൻ ഏജൻസി ദാറ്റ് ഫോംസ് ദ പോളിസീസ് ഓഫ് ദ സ്റ്റേറ്റ്. അത് ശരിയാണ്. ദ ഗവൺമെൻറ് ഈസ് എ പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് തെറ്റാണ്. ഗവൺമെൻറ് ഈസ് എ പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഇറ്റ് ഈസ് എ ടെമ്പററി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് കീപ്സ് ചേഞ്ചിങ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ദ ഗവൺമെൻറ് പ്രൊട്ടക്ട്സ് ദ സോവറിനിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ദ സ്റ്റേറ്റ്. ശരിയാണ്. ദ ഗവൺമെൻറ് ഈസ് എ കോമ്പണൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ്. അതും ശരിയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് true about feudal state? Okay, they were formed after the decline of a Roman Empire. Roman Empireന് ശേഷമാണ് ഫ്യൂഡൽ സ്റ്റേറ്റ് ഉണ്ടായത്. ശരിയാണ്. The power of a hierarchy divided into king, lords and farmers. അതും ശരിയാണ്. ഓക്കെ, ദ കിങ് ഹാഡ് അൺലിമിറ്റഡ് പവർ ഇൻ ദി സ്റ്റേറ്റ്. അത് തെറ്റാണ്. കിങ്ങിന് ഒരുപാട് പവേഴ്സ് ഒന്നും ഇല്ല. ദ പവർ ഓഫ് ദ കിങ് വാസ് ലിമിറ്റഡ്. അതാണ് അതിൽ തെറ്റുള്ളത്. ഇപ്പം പവർ ഓഫ് കിങ് ലിമിറ്റഡ് ആണ് ഫ്യൂഡലിസത്തിൽ. ബാക്കിയൊക്കെ ശരിയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ് വെർ വെസ്റ്റഡ് വിത്ത് ദ ലോർഡ്സ്. അതും ശരിയാണ്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് എ ട്രൈബൽ സ്റ്റേറ്റ് മെൻഷൻഡ് ഇൻ ദ ടെക്സ്റ്റ്? Being born to the same clan, having the same economic activities, having similar interest, being based on logical thinking and scientific temper. അപ്പോൾ അതിൽ കറക്റ്റ് ആൻസർ ഏതാണ്? ബീയിങ് ബേസ്ഡ് ഓൺ ലോജിക്കൽ തിങ്കിങ് ആൻഡ് സയൻറ്റിഫിക് ടെമ്പർ. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ദ സ്റ്റേറ്റ് ഈസ് എ പെർമനൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് ശരിയാണ്. ഓൾ പീപ്പിൾ ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റേറ്റ്. അതും ശരിയാണ്. സ്റ്റേറ്റിനെ സംബന്ധിച്ച് സ്റ്റേറ്റ് കനോട്ട് എക്സിസ്റ്റ് വിത്തൗട്ട് പീപ്പിൾ, ടെറിട്ടറി ആൻഡ് ഗവൺമെൻറ്. ഗവൺമെൻറ്, പീപ്പിൾ, ടെറിട്ടറി ഇവ ഒന്നും ഇല്ലാണ്ട് സ്റ്റേറ്റിന് നിലനിൽപ്പില്ല. അതും ശരിയാണ്. സോവറിനിറ്റി ഈസ് എ കമ്പോണൻറ്റ് ഓഫ് എ സ്റ്റേറ്റ്. സോവറിനി ഈസ് എ കമ്പോണൻറ്റ് ഓഫ് എ സ്റ്റേറ്റ്. അത് തെറ്റാണ്. കാരണം സോവറിനിറ്റി ഈസ് എ യൂണിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് സ്റ്റേറ്റ് ആണ്. അതായത് ദ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ അതിൽ പോപ്പുലേഷൻ ഉണ്ട്, ടെറിറ്ററി ഉണ്ട്, ഗവൺമെൻറ് ഉണ്ട് ആൻഡ് സോവറിനിറ്റി ഉണ്ട്. സോവറിനിറ്റി ഈസ് എ ഡിസ്ക്രൈബ്ഡ് ആസ് ദ സുപ്രീം പവർ ഓഫ് എ സ്റ്റേറ്റ്, നോട്ട് എ ഫിസിക്കൽ കോമ്പോണൻറ്റ്. അതൊരു പവറാണ്, അതൊരു ഫിസിക്കലായിട്ടുള്ള കോമ്പോണൻ്റ് അല്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് നോട്ട് ഫോളോയിങ് ഈസ് എ നോട്ട് എ കോൺട്രിബ്യൂട്ടഡ് ടു ദ growth of modern nation states as per text. Okay,
അതായത് മോഡേൺ നാഷണൽ സ്റ്റേറ്റിൻ്റെ ഗ്രോത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അല്ലാത്തത്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഗ്രോത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. കോളനൈസേഷൻ ഓക്കെയാണ്. ഫ്യൂഡലിസം തെറ്റാണ്. നാഷണൽ കോൺഷ്യൻസ് ശരിയാണ്. അപ്പോൾ ഫ്യൂഡലിസമാണ് who were exploited like slaves in agriculture fields in the feudal system. ഫ്യൂഡൽ സിസ്റ്റത്തിൽ അടിമകളെ പോലെ കണക്കാക്കിയിരുന്നത് ആരെയാണ് വർക്കേഴ്സിനെയാണ്. ദാഹനീർ ഈസ് എ ഗവൺമെൻറ് പ്രോജക്റ്റ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ. ദാഹനീർ പറയുന്ന ഒരു ഗവൺമെൻറ് പ്രോജക്റ്റാണ്. അത് എന്തിൻ്റെതാണ്? ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്.